ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വേടൻ്റെ സംഭവമെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. കഞ്ചാവുമായിട്ട് ഫ്ലാറ്റിൽ നിന്ന് പിടിക്കുന്നു. പിന്നീട് അത് പോയിട്ട് പുലിപ്പല്ലാണെന്ന് പറയുന്നു. പുലിപ്പല്ലാണ് വേടൻ മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടുത്തെ വലിയ വലിയ തമ്പ്രാക്കന്മാരെല്ലാം ഉപയോഗിച്ചാണ്. ഇപ്പോൾ പക്ഷേ ആ കേസിനത്ര ഈ പിടിച്ചതിൻ്റെ ശക്തി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. കാരണം അത്രയധികം ജനങ്ങളൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് തിരിഞ്ഞു. അത് ശരിയായില്ല. പുലി എന്നും പറഞ്ഞ് തുടങ്ങിയത് അതിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അത് അത്ര നടക്കുകയെന്ന് മനസ്സിലായി. പുതിയ അപ്ഡേറ്റ് കേൾക്കാം. വേടനെതിരെ കേസിൽ വനം വകുപ്പിന്റെ നടപടി. റാപ്പർ വേടനെതിരായിട്ടുള്ള പുലിപ്പല്ല് കേസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കോടനാട് റേഞ്ച് ഓഫീസർക്കെതിരെ നടപടി നാളെ തീരുമാനിക്കും. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് കണ്ടെത്തൽ. റേഞ്ച് ഓഫീസറെ മാറ്റാനും അന്വേഷണം DFOയ്ക്ക് നൽകാനുമാണ് സാധ്യത. വിശദാംശങ്ങളുമായി NK ഷിജു തന്നെയാണ് തുടരുന്നത്. ഷിജു, വിചിത്രമാണ്. റാപ്പർ വേടൻ ലഹരി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിരോധിത ലഹരിയാണെങ്കിൽ കർശന നടപടി എടുക്കണമെന്ന് തർക്കമില്ല. പക്ഷെ അത് തേടിപ്പോയ വഴിയിൽ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ ഉള്ളത് പുലിപ്പല്ലാണ് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ പരിധി വിട്ടു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പരിധി വിട്ടുകഴിഞ്ഞപ്പോഴേക്കും നിലപാട് വനം മന്ത്രി മാറി മലക്കം മറിയുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ സർക്കാർ സ്വീകരിച്ച നടപടി, അതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിനുശേഷം നടത്തിയ പ്രതികരണത്തിൽ മാത്രമേ പിഴവുള്ളൂ എന്നുള്ള വിചിത്രമായ കണ്ടെത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നടപടി എപ്പോൾ തീരുമാനിക്കും? PG, കേരളത്തിൽ വലിയ പൊതുജനാഭിപ്രായം വേടന് അനുകൂലമായി വരികയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി ശക്തമായി വിമർശിക്കുകയും ചെയ്തപ്പോഴാണ് വനം മന്ത്രിയെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പ് മേധാവിയോട് ആവശ്യപ്പെട്ടത്. ഇതിൽ വനംവകുപ്പ് മേധാവി രാജേഷ് രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളെ പൂർണ്ണമായി ന്യായീകരിക്കുന്നത്. അറസ്റ്റിന്റെ കാര്യത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഉദ്യോഗസ്ഥൻ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് ഭാഗത്ത് നിന്ന് ചില അനാവശ്യ തിടുക്കമുണ്ടായി. അതായത് ഇത് പുലിപ്പല്ലാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ശ്രീലങ്കൻ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുള്ളതാണ്. അതെല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെളിപ്പെടുത്തിയത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ചേർന്ന നടപടിയല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രം ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി, മറ്റ് നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും വീഴ്ച ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് മേധാവി കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി നടപടിയിലേക്ക് പോകേണ്ടത്. ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് വളരെ ശക്തമായി, കാരണം വേടന്റെ നിറമാണോ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എത്തിച്ചത്? കാരണം തുല്യനീതി എന്നുള്ളത് എല്ലാവർക്കും വേണം. കാരണം നേരത്തെ ഒരു നടനെതിരെ ഇത്തരം ആരോപണം, ആനക്കൊമ്പ് കേസിൽ ആരോപണം വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വേടന്റെ കാര്യത്തിൽ പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വേടനെ പ്രദർശിപ്പിക്കുന്നു, അന്വേഷണ കാര്യങ്ങൾ വേഗത്തിൽ വെളിപ്പെടുത്തുന്നു, അത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള ചില നടപടികളെല്ലാം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശക്തമായ വിമർശനം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റം അടക്കമുള്ള നടപടിക്ക് വരാനുള്ള ഒരു അച്ചടക്ക നടപടിയിലേക്ക് എടുത്തുകൊണ്ട് മുഖം രക്ഷിക്കാനാണ് സാധ്യത. മറ്റ് കടുത്ത നടപടിയിലേക്ക് പോകണമെന്നും പറഞ്ഞ് കേസിന് പോകാൻ ഒരുങ്ങുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ പൊതുജനം ഇവിടെ വേടൻ്റെ ഒപ്പം അതിശക്തമായിട്ട് ഉറച്ചു നിന്നത് ഇവർക്ക് മറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാക്കി. അപ്പോൾ ആ റേഞ്ച് ഓഫീസർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേടൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണെന്നോ ഒക്കെ പറഞ്ഞു. അതുകൊണ്ടാണെന്നും പറഞ്ഞു ഇപ്പോൾ സ്ഥലം മാറ്റം, റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റുന്നതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിർത്തുകയില്ല എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ് വേടനെ ഉപദ്രവിച്ചതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയാനുള്ള ജാതിയും മതമൊന്നും നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ പഠിക്കുന്ന കാലത്ത്, ഞാനത് ഇന്ന് ഓർത്താൽ, നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ അടുത്തിരിക്കുന്ന ആളുടെ ജാതി നമ്മൾ ചോദിക്കാറില്ല ഒരിക്കലും, നമുക്കറിയില്ല. പക്ഷേ അവർ കൊണ്ടിരുന്ന ഫുഡ് അത് നമ്മളും കഴിക്കും, നമ്മൾ കൊണ്ടിരുന്ന ഫുഡ് അവരും കഴിക്കും, അങ്ങനെയൊക്കെ അങ്ങനെ. പിന്നെ പക്ഷേ എവിടെയോ വെച്ച് നമ്മുടെയൊക്കെ ഉള്ളിൽ ചെറുതായിട്ട് ജാതി സ്പിരിറ്റ് കയറുന്നുണ്ട്. എല്ലാവരുടെ ഉള്ളിലല്ല, ചിലരുടെ ഉള്ളിൽ കയറുന്നുണ്ട്. കാരണം ഇന്നൊരു കമൻറ്റ് കണ്ട, ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് ഒരു കടയിൽ ഡ്രസ്സ് എടുക്കാൻ ചെന്നിട്ട് ഒരു ഗോൾഡൻ കളർ കണ്ടപ്പോഴത്തേക്കിനും ഇത് വേണ്ട, ഇത് ആ ഒരു ജാതിയുടെ പേര് പറഞ്ഞത് ആ കളർ അവരുടെ കളറാ എന്ന് പറയും. അപ്പോൾ ആ ഒരു ജാതി അവിടെ വളരെ താത്തിക്കെട്ടി പറയുന്ന ഒരു രീതിയാണ്. ഇത് ശരിക്കും എല്ലാവരും സമൂഹത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ കളർ കാണുമ്പോഴത്തേനും, ഒരു തുണിയുടെ കളർ കാണുമ്പോൾ അത് ഇന്ന ജാതിയുടെ കളറാ, ഒരു താഴ്ന്ന ജാതിക്ക് മാത്രമേ ഉള്ളൂ അത് കേട്ടോ. മുകളിലോട്ടുള്ള ജാതിക്ക്, ഉന്നത ജാതിക്ക് അതില്ല, അങ്ങനെ കളറില്ല, താഴ്ന്ന ജാതിക്ക് ഉണ്ട്. അപ്പോൾ അതൊരു പുച്ഛത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ ആ ചെറുപ്പകാലങ്ങളിലൊന്നുമില്ല, ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജാതി സ്പിരിറ്റ് ഒക്കെ കയറി വരുന്നു. എന്തുകൊണ്ട് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള സംഭവം എല്ലാം നമ്മുടെ ഉള്ളിൽ പൈതൃകമായിട്ട് ഇനി കിട്ടിപ്പോകുന്നതാണ് അസുഖം. അതേപോലെ തന്നെ കിട്ടിയ സാധനം ഇതെന്ന് തോന്നുന്നു. ഇത്രയെല്ലാം പുരോഗതിയായി, എത്രയെല്ലാം വിദ്യാഭ്യാസമുണ്ട്, എത്രയെല്ലാം ലോകപരിചയമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും
ചില സമയത്ത് നാരോ മൈൻഡ്, ഒട്ടും തന്നെ ഒരു ഇടുങ്ങിയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ജാതിയുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം അടുത്ത ഒരു ന്യൂസ് കേൾക്കാം. ഉദ്യോഗസ്ഥർക്ക് പറ്റിയ കേവലമായൊരു വീഴ്ചയായിട്ടല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒന്നാമതായി, അതായത് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകനെ പോലീസ് പിടികൂടുന്നു. അദ്ദേഹത്തെയും കൂട്ടുകാരെയും പിടികൂടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് മാലയിൽ പുലിപ്പല്ലുണ്ട് എന്ന് കാണുന്നു. വനം വകുപ്പ് വരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ യാതൊന്നും തന്നെ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് പുലിപ്പല്ലാണ് എന്നവർ ഉറപ്പിക്കുകയും പുലിപ്പല്ല് കൈവശം വെക്കുക എന്ന കുറ്റത്തിനുള്ള വകുപ്പ് ചാർത്തേണ്ടതിന് പകരം വേട്ട എന്ന് പറയുന്ന, ഹണ്ടിങ് എന്ന് പറയുന്ന വകുപ്പ് ചാർത്തി അദ്ദേഹത്തെ 7 വർഷം തടവ് ഉറപ്പാക്കുന്ന ഒരു നടപടിക്രമത്തിനാണ് വനം വകുപ്പ് മുതിർന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കേണ്ട യാതൊരുവിധ സാഹചര്യ തെളിവുകളോ മെറ്റീരിയൽ എവിഡൻസോ ഇല്ല എന്ന് കോടതി തന്നെ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ, ഈ വേടനെ കസ്റ്റഡിയിലെടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ മാനിപ്പുലേറ്റഡായി, ഫാബ്രിക്കേറ്റഡായി ഒരു കള്ളക്കേസ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്താൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണത്. അത് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയൊരു വീഴ്ച പറ്റിയെന്ന് കാണാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, ഇന്ത്യയിലെ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ലാതെ കള്ളക്കേസ് ചമയ്ക്കുന്നത് SC/ST അട്രോസിറ്റീസ് ആക്ടിന്റെ 6ാം ഉപവകുപ്പ് പ്രകാരം ഒരു കുറ്റകൃത്യമാണ്. അങ്ങനെ വേടന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ഗായകൻ എന്നുള്ള സ്റ്റാറ്റസിനെയും അപകീർത്തിപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുവാനും പരിശ്രമിച്ചിട്ട് ഇത് ഉദ്യോഗസ്ഥന്മാരൊരു ചെറിയ തെറ്റാണെന്ന് പറയാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, എന്തിനാണ് ഈ വേടന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരാളാണ് എന്നതുകൊണ്ട് അത് അന്വേഷിക്കണമെന്ന് ഇവർ പറയാൻ കാരണമെന്താണ്? തെറ്റാണെന്ന് പറയുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം. ഇതെങ്ങനെയാണ് അനുബന്ധമായി വരുന്നത്? വാട്ട് ഈസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഫാബ്രിക്കേഷൻ? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കും വളരെ ബോധപൂർവമായി തന്നെ. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഒരു പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കാം. ഇതൊന്നും ബഹുജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിയമം അറിയുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വളരെ കൃത്യമാണ്, വ്യക്തമാണ്, കോടതി പരാമർശിച്ചിട്ടുണ്ട്. ഇത് വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇതിൻ്റെ അകത്ത് സണ്ണി എന്ന് പറഞ്ഞ ഒരാളാണ് ആ സംസാരിച്ചിരിക്കുന്നത്. ഇവരുടെ സംഘടനയുടെ ആരെങ്കിലും ആയിരിക്കും, എനിക്കറിയത്തില്ല സണ്ണി എന്ന് പറയുന്ന ആരാന്നുള്ളത്. എന്താണെങ്കിലും ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുലിപ്പല്ല് കൈ വെച്ചതിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് വേണം ശിക്ഷിക്കാൻ, അല്ലേ? പുലിപ്പല്ല് അങ്ങനെ ശിക്ഷിക്കുവാണെങ്കിൽ ആ നിയമം അനുസരിച്ച് വേണം ശിക്ഷിക്കാൻ. പക്ഷേ വേടനെതിരെ അവരിട്ട നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പുലിയെ വേട്ടയാടി പിടിച്ചെന്നുള്ള നിയമമാണ് കൊണ്ടിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എന്തോ ഗൂഢാലോചനകളൊക്കെ ഉണ്ട്, ആരോ എന്തോ ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. വലിയ ഗായകനായിട്ടൊക്കെ വരുന്നതിൻ്റെ ആയതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നിയ എന്തെങ്കിലുമൊക്കെ കുനിഷ്ഠകളായിരിക്കാം ഇതിൻ്റെ പുറകിൽ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെതിരെ അവർ ആക്ഷൻ എടുക്കാൻ അവർ കേസിന് പോകും കോടതിയിൽ നിന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ അനുമോളോട് കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ആയിട്ട് ബന്ധമില്ല, എന്നാലും അനുമോളോട് മീഡിയ വേടനെ പറ്റി ചോദിക്കുമ്പോൾ ഈ അനുമോൾ എങ്ങനെയാണ് സംസാരിക്കുന്നുള്ള എങ്ങനെയാ വെച്ചാൽ, മീഡിയ കാണുമ്പോഴേ ഒരു പരിചയം എടുത്ത് പിടിക്കുക. അതായത് ഇങ്ങോട്ട് വരുന്ന ചോദ്യമെല്ലാം ഞാൻ തടയും എന്നുള്ള രീതിയിൽ പരിചയം എടുത്ത് പിടിക്കുക. അതായത് എന്തേലും ഒന്ന് വായി വീണ് അത് വൈറലാകും, അല്ലെ അത് അങ്ങനെയായി ഇങ്ങനെയായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആകെ ഇതായിട്ട് പോവും. അപ്പോൾ ഇവർക്ക് ഏത് സെലിബ്രിറ്റീസിനും ഇവർക്കൊരു പേടി പോലെയാണ് സംസാരിക്കാൻ. അത് തന്നെയാണ് വേടനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അനുമോളുടെ സംസാരം ഒന്ന് കേൾക്കാം. അത് അവരുടെ ഇഷ്ടമല്ലേ ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്, അല്ലേ? നമ്മളെന്തിനാ നോക്കണേ? അല്ല അത് നെഗറ്റീവ് അല്ലേ ലഹരി ഉപയോഗിക്കുന്നത്? അവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ, അത് അവരുടെ ചെയ്തോട്ടെ.
അത് അവരുടെ ഇഷ്ടമല്ലേ ലഹരി ഉപയോഗിക്കുന്നതെന്ന്. എന്ന് വെച്ചാൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെയുള്ള മറുപടി പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഈ നോക്കുന്നത്. പക്ഷേ എന്നാലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തയുള്ള ഒരു മറുപടിയാണ് അനുമോള് പറയുന്നത്. പക്ഷേ ഇവരുടെ മീഡിയക്കാരുടെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. അടുത്ത ഒന്ന് കേൾക്കാം. ഒരുപാട് പേര് സമൂഹത്തിൽ മാതൃകയാക്കുന്ന ഒരാളല്ലേ. ഒരുപാട് ചെറുപ്പക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലേ. പിള്ളേര് ഫോളോ ചെയ്യുന്നുണ്ട് ആളെ. പിള്ളേർക്ക് ഇപ്പം നമ്മളൊരാൾ നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കും, പുള്ളിക്കാരന് ആഗ്രഹമുണ്ടെങ്കിൽ പുള്ളി കഴിക്കും. അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പിള്ളേർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പിള്ളേർ കഴിക്കാം എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം വളർന്നു വരുന്ന പിള്ളേരാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അതുങ്ങൾ മൊത്തം മയക്കുമരുന്നിന് അഡിക്റ്റായി പോയാൽ നമ്മുടെ നാട് നശിച്ച ഒരു പരുവായി നാരായണക്കല്ല് പിടിക്കാന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാവും. അപ്പം നമ്മുടെ ചെറിയ സമൂഹം, ചെറിയ പിള്ളേരെ ഇവരെ പോലുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ ആൾക്കാരെ മാതൃകയാക്കി പിള്ളേർ ആ വഴിക്ക് പോകാതിരിക്കണം. ഇപ്പോൾ വേടൻ തന്നെ അത് ഉപയോഗിച്ചത് തെറ്റാണ്, അതിന് മാറ്റും എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അനുമോൾ ഇവൾ പറയുന്നത് പിള്ളേർ ഉപയോഗിക്കുന്നത് പിള്ളേർ ഉപയോഗിക്കട്ടെ, ഈസി പാസിങ് പറയുന്നതാണ്. ഇത് ഈ മീഡിയക്കാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടിച്ചു വിടുന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഒരിക്കലും പിള്ളേർക്ക് ഇഷ്ടമാണ് ഇത് ഉപയോഗിക്കാൻ. ഏത് പിള്ളേർക്കാണ് ഇത് ഇഷ്ടമില്ലാത്ത ഉപയോഗിക്കാൻ? എല്ലാ പിള്ളേർക്കും ഇത് ഇഷ്ടമാണ്. പക്ഷേ അവരിലേക്ക് വിടാതിരിക്കുക, അവരെ അതിലേക്ക് വിടാതിരിക്കുക അല്ലേ നമ്മൾ ഈ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവരൊക്കെ ഇഷ്ടമാണ്, അവർ ഉപയോഗിക്കട്ടെ എന്നുള്ള രീതിയിൽ തട്ടിവിടുക ചെയ്യുന്നത്. അടുത്ത കേൾക്കാം. ന്യൂസ് കേട്ടായിരുന്നു. അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല? ഞാനും വേടൻ. നമുക്ക് നന്നാവണമെന്ന് തീരുമാനിച്ചു നമുക്ക് നന്നാവാം അല്ലേ. അത്രേ ഉള്ളൂ. വേടൻ തന്നെ പറയുന്നുണ്ട് ഇനിയൊരു നല്ല മനുഷ്യനാവാൻ ശ്രമിക്കാമെന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.